മിമ്മറിയിലെ കമ്പനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വേർ ഈസ് മൈ ട്രെയിൻ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപാട് ട്രെയിൻ സമയം വരെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. എന്നാൽ വേർ ഈസ് മൈ ട്രെയിൻ എന്നൊരു ആപ്ലിക്കേഷൻ അതിൽ ഒരുപാട് വ്യത്യസ്തമാണ്, ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഞാനിപ്പോൾ ട്രെയിനിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഫീച്ചേഴ്സുകൾ നോക്കാം. അപ്പോൾ നമ്മൾ വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷനാണെന്ന് പരിചയപ്പെടുന്നത്. ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷൻ ഒന്ന് എടുത്ത് നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ്റെ വിൻഡോ. അപ്പോൾ നമ്മൾ ഇവിടെ കോഴിക്കോട് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ PNR ചെക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ സീറ്റിൻ്റെ അവൈലബിൾ, എത്ര സീറ്റ് ഉണ്ട്, സ്ലീപ്പറിന് അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ പറ്റും. അതിന് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തിട്ട് നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഓപ്ഷൻ കാണാം. ഇപ്പോൾ കോഴിക്കോട് നിന്നും ആലുവയിലേക്ക് പോകുന്ന ട്രെയിനുകൾ ഒന്ന് സെർച്ച് ചെയ്യാൻ, ഫൈൻ ട്രെയിൻസ്. ഇതിന് പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കിത് ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ട്രെയിനിൻ്റെ സമയം അറിയാൻ വേണ്ടി ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നെറ്റ് ഓൺ ആണ്, പക്ഷേ ഞാൻ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ട്രെയിൻ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ പോകുന്നത് ഏറനാട് എക്സ്പ്രസ്സിനാണ്. ഏറനാട് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ആരും ഇൻസൈഡ് ദിസ് ട്രെയിൻ എന്നാണ്. ഇൻസൈഡ് ദിസ് ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ എവിടെ എത്തി, ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് എവിടെ എത്തി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്നാണ് നോക്കുന്നതെങ്കിൽ, ട്രെയിനിന് പുറത്തുനിന്നാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ എവിടെ എത്തി, എത്ര മിനിറ്റ് ലേറ്റ് ആണെന്നൊക്കെ അറിയാൻ പറ്റും. ട്രെയിനകത്താണെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് എവിടെ എത്തി തരും. ഏറ്റവും വലിയ പ്രത്യേകത ലൊക്കേഷൻ ഓൺ ചെയ്യേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാം, ഇവിടെ ലൊക്കേഷൻ ഓൺ അല്ല, എൻ്റെ മൊബൈൽ ലൊക്കേഷൻ ഓൺ അല്ല. ഇപ്പോൾ ഞാൻ ഇന്റർനെറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ തൽക്കാലം ഇന്റർനെറ്റ് ഓഫ് ചെയ്യാണ്. ഇന്റർനെറ്റ് ഓഫ് ചെയ്തു, വൈഫൈ ഓഫ് ചെയ്തു. ഇനി നോക്കിയാൽ ഇവിടെ GPS ലൊക്കേഷൻ ഞാൻ ഓൺ ചെയ്തിട്ടില്ല, ഇന്റർനെറ്റില്ല, GPS ഓൺ ആക്കിയിട്ടില്ല. ആ അവസ്ഥയിൽ ഞാൻ ഇൻസൈഡ് ട്രെയിനിൽ ടിക്ക് കൊടുക്കുകയാണെങ്കിൽ സെൽ ടവർ എന്നുള്ള ഓപ്ഷനിലേക്ക് വരും. അതായത് നമ്മൾ സെൽ ടവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് ഭാഗത്ത് എത്തി എന്നുള്ളത് അറിയാവുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നോക്കിയാൽ കാണാം, വള്ളിക്കുന്ന് കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത പരപ്പനങ്ങാടിയാണ്, ഇത്ര മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് റീലോഡ് ചെയ്യാം. വള്ളിക്കുന്ന് വിട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ അത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ എവിടെ എത്തി എന്നുള്ളതൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് യാത്രയിൽ ഇപ്പോൾ പൊതുവേ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയാണ് നെറ്റ് പലപ്പോഴും കിട്ടാണ്ട് വരിക. അപ്പോൾ നമുക്ക് എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതങ്ങനെയല്ല, ഇത് നെറ്റില്ലാണ്ട് വെറും മൊബൈൽ ടവർ ലൊക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന രീതിയാണ്. ലൊക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, മാത്രമല്ല ഇൻ്റർനെറ്റും ആവശ്യമില്ല. നമുക്ക് കൃത്യമായിട്ട് അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അടുത്ത നിയർ പരപ്പനങ്ങാടി ഇപ്പോൾ കാണിച്ചു, പരപ്പനങ്ങാടി സ്റ്റേഷൻ എത്താറായി. ഇതിൽ വേറെ പ്രധാനപ്പെട്ട സവിശേഷത അലാറം സെറ്റ് ചെയ്യാം. ഇതിൽ അലാറം കാണുന്നുണ്ട്. അലാറം സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ക്ലോക്കിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പരപ്പനങ്ങാടി കൊടുക്കുകയാണ്, പരപ്പനങ്ങാടി സ്റ്റേഷൻ എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് എന്നാണ് കൊടുത്തേക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് എത്ര മിനിറ്റ് മുമ്പ്, അല്ലെങ്കിൽ അറ്റ് സ്റ്റേഷൻ, ആ സ്റ്റേഷനിൽ എത്തുമ്പോൾ നമുക്ക് അലാറം അടിക്കണേ, സെറ്റ് അലാറം അടിക്കുക, സെറ്റ് അലാറം. ഇത് ഇത് ട്രെയിനകത്തുള്ളെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ, ട്രെയിൻ പുറത്തന്നെ വർക്ക് ചെയ്യും. ബട്ട് പരപ്പനങ്ങാടി എത്താറായി, ഇത് അലാറം അടിക്കും. നമ്മൾ പേരൊക്കെ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അലാറം അടിക്കുമെന്ന് നോക്കാം. പരപ്പനങ്ങാടിയിലേക്ക് ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അറ്റ് സ്റ്റേഷൻ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് സ്റ്റേഷനത്തെ തൊട്ട് മുമ്പായിട്ട് നമുക്കത് അലാറം തരും. അടിച്ചു, യെസ്. അപ്പോൾ നമ്മുടെ അലാറം അടിച്ചു. വേക്കപ്പ്, യു ആർ അബൌട്ട് ടു റീച്ച് പരപ്പനങ്ങാടി. നമ്മൾ സ്റ്റോപ്പ് എത്തിയിട്ടില്ല, സ്റ്റോപ്പിന് കുറച്ച് മുമ്പായിട്ടുള്ള സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ നിയർ പരപ്പനങ്ങാടി ആയപ്പോൾ തന്നെ ഇത് അലാറം അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. വേറെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് പോട്ടെ, യെസ്. അപ്പോൾ അലാറം അടിച്ചു. ഇത് വേണമെങ്കിൽ നമുക്ക് 10 മിനിറ്റ് മുമ്പോ 1 മണിക്കൂർ മുമ്പോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. 1 മണിക്കൂർ മുമ്പ് മുതൽ 10 മിനിറ്റ് വരെ, 10 മിനിറ്റ് മുമ്പ് കഴിച്ചാൽ തൊട്ട് മുമ്പത്തെ സ്റ്റേഷൻ എത്തുമ്പോൾ തന്നെ നമുക്ക് അലാറം തരും. ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൻ്റെ ടൈമിനനുസരിച്ച്, അതായത് ട്രെയിൻ എത്ര ലേറ്റ് ആയാലും കൃത്യമായിട്ട് ആ ലൊക്കേഷൻ അനുസരിച്ച്, ആ ലൊക്കേഷൻ എത്താറാകുമ്പോഴാണ് കൃത്യമായിട്ട് അലാറം തരുന്നത്. വളരെ മികച്ചൊരു ആപ്പാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ പരസ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പരസ്യങ്ങളൊന്നും ഇല്ലാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വേർ ഈസ് മൈ ട്രെയിൻ. അതുപോലെ തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അലാറത്തിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോച്ച് പൊസിഷൻ 1, 2, 3 നമ്മൾ പ്ലാറ്റ്ഫോമിൽ നമ്പർ കാണില്ല. ആ നമ്പറിന് നേരെ വരുന്ന ഇപ്പോൾ കോച്ചുകൾ ഏതൊക്കെയാണ്, സ്ലീപ്പറാണോ, ഏതൊക്കെയാണ് അവിടെ വരുന്നത് എന്നുള്ള ഇത് കിട്ടും. അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻസ് നമുക്ക് അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേറെയുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ PNR ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ സീറ്റ് അവൈലബിലിറ്റി നോക്കാം. അങ്ങനെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രക്കാരാണെങ്കിൽ തീർച്ചയായും ഉപയോഗിച്ചിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മിമ്മിറിയിലെ കമ്പനി ഇത്തരത്തിലുള്ള വെറൈറ്റി എപ്പിസോഡുകളുമായിട്ട്, വ്യത്യസ്ത അറിവുകളുമായിട്ട് വീണ്ടും വരും. അപ്പോൾ എന്തായാലും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ആ കടല പോട്ടെ, പോസ് ചെയ്യണ്ട, ഇത് കട്ടിനായിട്ട്